കറക്റ്റ് ആയിട്ടുള്ള പ്രൊഡ്യൂസർ കളക്ഷൻ റിപ്പോർട്ടോ അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ റിപ്പോർട്ടോ ആരും പുറത്തു വിടാറില്ല. അവർ വിടുന്ന ഡേറ്റാസ് മാത്രമാണ് ശരിക്കും നമ്മൾ പറയുന്നത്. ഇവർ ശരിക്കും ഓവർസീസ് ചെയ്യുന്ന കുറെ കമ്പനികൾ അല്ലെങ്കിൽ കുറച്ച് പ്രൊഡ്യൂസർമാര്, കുറച്ച് ആൾക്കാർ, അവരുടെ ഒരു കോക്കസ് ഉണ്ട്. ആ കോക്കസ് ആണ് ഈ സിനിമകൾ 100 കോടി അടിക്കണോ, എത്ര കോടി കളക്ട് ചെയ്യണം, ഇങ്ങനെയുള്ള തള്ളുകളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുക. നമ്മുടെ ലിസ്റ്റിൻ സ്റ്റീഫന്റെ മാജിക് ഫ്രെയിംസ് അല്ലെങ്കിൽ ആഷിഖ് ഉസ്മാൻ അങ്ങനെയൊക്കെയുള്ള കുറെ ആൾക്കാരൊക്കെയാണ് ശരിക്കും ഈ ഒരു കോക്കസിലുള്ളത്. ഇവരൊക്കെയാണ് ശരിക്കും ഇപ്പോഴത്തെ ഒരു മലയാള സിനിമയെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറയാം. നിങ്ങൾ ഈ ലിസ്റ്റിൻ സ്റ്റീഫനൊക്കെ എടുക്കുന്ന ഏത് പടം എടുത്താലും 5-6 ദിവസം കഴിയുമ്പോൾ 100 കോടി അടിക്കും. നിങ്ങൾ അദ്ദേഹത്തിന്റെ ഡേറ്റ കളക്ട് ചെയ്താൽ, നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവും. ഇപ്പൊ GCC രാജ്യങ്ങളിലൊക്കെ ഫാർസ് ഫിലിംസ് എന്ന് പറഞ്ഞ ഒരു കമ്പനിയാണ്. അപ്പൊ അവരുടെ മിക്ക പടങ്ങളും 100 കോടി കളക്ഷൻ നോക്കിയിട്ടുണ്ട്. നിങ്ങൾ അത് ചെക്ക് ചെയ്താൽ തന്നെ കറക്റ്റ് ആയിട്ട് മനസ്സിലാവും. ഇനിയിപ്പോ അടുത്ത തള്ളു പാട്രിയാക്ക് ആയിരിക്കും. ആ ഒരു പടം ദുരന്തമൊന്നും ആയില്ലെങ്കിൽ നോക്കിയോ അടുത്ത 100 കോടി തള്ളായിരിക്കും. പിന്നെ പഴയതുപോലെ OTT കാര്യങ്ങളൊന്നും പഴയതുപോലെ ഹ്യൂജ് എമൗണ്ടിലൊന്നും മലയാള സിനിമയിൽ എടുക്കുന്നില്ല. ആ ഒരു കാലം കഴിഞ്ഞു എന്ന് തന്നെ മനസ്സിലാക്കണം. ഒരു സമയത്തൊക്കെ 3-4 കോടിക്ക് പടം എടുത്തിട്ട് OTTക്ക് വിറ്റ് ലാഭം കിട്ടിയിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. പക്ഷേ ഈ നശിപ്പിച്ചത് ഈ ഒരു കോക്കസ് ആണെന്ന് മനസ്സിലാക്കണം. കാരണം ഇവരത് കുത്തകയാക്കി ചെറിയ പടങ്ങളെല്ലാം ഇവർ വാങ്ങി OTTക്കാരെ നല്ല രീതിയിൽ വലിപ്പിച്ചു വിട്ട് കുറെ നാൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു.